കേരള രാഷ്ട്രീയത്തിൽ എന്നും വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിലുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. എന്നാൽ ഇത്തവണ വാർത്ത വരുന്നത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിലാണെങ്കിലും അതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ അടിയൊഴുക്ക് തന്നെയുണ്ടെന്ന് കാണാൻ വലിയ ഗവേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പാർട്ടി അംഗം തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് പോലുള്ള അത്ര വലിയ ഗൗരവകരമായ ചർച്ചയാക്കി മാറ്റേണ്ടതില്ലെന്നുമുള്ള ജോസ് കെ മാണി ഇപ്പോൾ പ്രതികരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ചെയർമാൻ തന്നെ അത് പ്രഖ്യാപിക്കുന്നതിൽ ആർക്കും സംശയം വേണ്ടെന്നും അദ്ദേഹം കടുപ്പിച്ച് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ പോകുന്ന അസ്വസ്ഥതകളെ തണുപ്പിക്കാനുള്ള ഒരു അവസാനഘട്ട ശ്രമമാണ് അവിടെ കാണാൻ കഴിയുന്നത്. റോഷി അഗസ്റ്റിനുമായി തനിക്ക് സഹോദരതുല്യമായ ബന്ധമാണുള്ളതെന്നും റോഷിയുടെ പരാമർശങ്ങളെ മാധ്യമങ്ങൾ ബോധപൂർവ്വം വളച്ചൊടിക്കുകയാണെന്നുമാണ് കൊച്ചിയിൽ വെച്ച് ജോസ് കെ മാണി വ്യക്തമാക്കുന്നത്. എന്നാൽ ചെയർമാൻ കാര്യങ്ങളെ ഇത്രത്തോളം ലഘൂകരിച്ച് കാണാൻ ശ്രമിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ സാഹചര്യം അത്ര ശാന്തമല്ലെന്ന സൂചനകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. ചെയർമാന്റെ പാലായിലെ രാഷ്ട്രീയ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പരസ്യ പ്രസ്താവനയാണ് റോഷി അഗസ്റ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്ന വിലയിരുത്തലാണ് പാർട്ടിയെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളെല്ലാം കാണുന്നത്, അല്ലെങ്കിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം കരുതുന്നതും അത്തരത്തിലാണ്. ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർട്ടി ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്നതിന് മുമ്പേ തന്നെ റോഷി അഗസ്റ്റ് നടത്തിയ ഏകപക്ഷീയമായ പ്രഖ്യാപനം വലിയ രീതിയിലുള്ള അച്ചടക്ക ലംഘനമാണെന്ന വികാരം പാർട്ടിയിൽ ഇപ്പോൾ തന്നെ ശക്തമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ റോഷി അഗസ്റ്റിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങളെല്ലാം നൽകുന്ന സൂചനകളും. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ ചെയർമാനെ മറികടന്ന് റോഷി അഗസ്റ്റിൻ മൈക്ക് എടുത്തത് ശരിയായ നടപടി അല്ല എന്ന് മുതിർന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതു മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുപ്രധാന വേളയിൽ ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങലേൽപ്പിച്ചെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്ന ജോസ് കെ മാണി റോഷി അഗസ്റ്റിൻ ആ സ്വാതന്ത്ര്യം എടുത്തതാണെന്നും മൈക്ക് തട്ടിപ്പറിച്ച് സംസാരിക്കുകയല്ല ഉണ്ടായെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. അതായത് ഔദ്യോഗികം അദ്ദേഹം പറയുന്നത് അദ്ദേഹം സഹോദരൻ തുല്യമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മൈക്ക് വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. സംഘടിതമായ നീക്കങ്ങളുടെ ജാഥയുടെ ശോഭ കെടുത്താൻ ചില പെയ്ഡ് പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും അതിൽ തങ്ങൾക്കോ യാതൊരു ആശയക്കുഴപ്പങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചെയർമാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, അതിൽ സംശയം വേണ്ടെന്ന് റോഷി അഗസ്റ്റിൻ തന്നെ പിന്നീട് വിശദീകരിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ വാദങ്ങളെല്ലാം. എന്നാൽ പാർട്ടി തീരുമാനിച്ചു എന്നല്ല, തീരുമാനിക്കുമെന്നാണ് റോഷി പറഞ്ഞതെന്നാണ് ചെയർമാന്റെ ന്യായീകരണം. മാധ്യമങ്ങൾ സ്വന്തം ഭാവനയിൽ നിന്നും ഓരോ കഥകൾ മെനയുന്നത് കൊണ്ടാണ് ഇത്തരം തിരുത്തലുകൾ വേണ്ടിവരുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ചാനലുകൾ നൽകുന്ന പല വാർത്തകളും സ്വന്തമായി നിർമ്മിക്കുന്ന നരേറ്റീവുകൾ മാത്രമാണെന്നും മൈക്ക് തട്ടിപ്പറിക്കുകയല്ല ഉണ്ടായെന്നും സഹോദരരായ തങ്ങൾക്കിടയിൽ അത്തരമൊരു സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് ജോസ് കെ മാണി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഒരു പാർട്ടി അംഗം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റില്ലെന്നും അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന പോലെ അത്ര വലിയ ഗൗരവമായി ചർച്ചയാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അതിലൊരു പ്രതിരോധത്തിന്റെ സ്വരവുമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം കൂടിയാണ്. വിവാദങ്ങൾക്ക് പിന്നാലെയല്ല, വികസനങ്ങൾക്ക് പിന്നാലെ പോകണമെന്നും അതിനനുസരിച്ച് വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണാനെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷമല്ല. പാർട്ടി നേതൃത്വവും അണികളും താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം, എന്നാൽ അന്തിമ തീരുമാനം പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹവും പറയുന്നത്. ഒരാൾ മത്സരിക്കുമെന്ന് പറയുന്നതിൽ എവിടെയാണ് ഇത്ര കുഴപ്പമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ അതേ വേദിയിൽ വെച്ച് തന്നെ താനോ സിറ്റിംഗ് MLA മാരോ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാകില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞത് ഇരുവർക്കും ഇടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളുടെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സതുദ്ദേശത്തോടു കൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങനെ പറയാമോ, അങ്ങനെ ചെയർമാനില്ലേ, അത് പാർട്ടിയാണ്. അദ്ദേഹം ഇന്നും അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, അതിനും ഒരു സംശയവുമില്ല. മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് ചോദിച്ചു മത്സരിക്കുമോ, എന്താ അദ്ദേഹം പറഞ്ഞു? പാർട്ടി തീരുമാനിക്കും, അതല്ലേ, അതിനല്ലേ പറഞ്ഞു. പിന്നെ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ഇടതുപക്ഷത്തിൻ്റെ CPM ആളുകൾക്ക് അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയോട് സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്, ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ അത് പാർട്ടി തീരുമാനിക്കും. അല്ല, ഞാൻ തന്നെ എടുത്ത് പറയുമ്പോൾ പരിമിതിയില്ല, അത് ഞാൻ മത്സരിക്കാം, ആരെങ്കിലും പറഞ്ഞാൽ മത്സരിക്കും, ഞാൻ പറഞ്ഞാൽ മത്സരിക്കുകയല്ല, പാർട്ടി തീരുമാനിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കേരള കോൺഗ്രസ് എം പോലുള്ളൊരു കേഡർ സ്വഭാവത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്ന പാർട്ടിയിൽ ഇത്തരം പരസ്യ പ്രസ്താവന സൃഷ്ടിക്കുന്നത് ആഘാതം തന്നെയാണ്.
KM മാണി എന്ന അതിക്കായി നയിച്ചിരുന്ന കാലത്ത് പാർട്ടിക്കുള്ള തീരുമാനങ്ങൾ എന്നും കൃത്യമായ അച്ചടക്കത്തോടെയാണ് പുറത്തു വന്നിരുന്നതും നടന്നിരുന്നുമല്ല. എന്നാൽ ഇന്ന് ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഒരു കീഴ്ഘടകത്തിലെ നേതാവിനെ പോലെ മറ്റൊരു നേതാവ് പ്രഖ്യാപിക്കുന്നത് പാർട്ടിയുടെ ഹൈറാർക്കിയെ തന്നെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ്. റോഷി അഗസ്റ്റിനെ പോലുള്ള ഒരു മുതിർന്ന മന്ത്രിയിൽ നിന്നും ഇത്തരമൊരു സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതിയുന്നുമല്ല. ഇതിന് പിന്നിൽ ബോധപൂർവമായ നീക്കങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങളും അണികൾക്കിടയിൽ പുകയുന്നുമുണ്ട്. പാലാ സീറ്റ് ജോസ് കെ മാണി കേവലം ഒരു മത്സരം മാത്രമല്ല, അല്ലെങ്കിൽ പാല എന്ന് പറയുന്നത് ജോസ് കെ മാണിക്ക് അവിടെ ഒരു കേവല മത്സരം മാത്രമല്ല, അങ്ങനെ ഒതുങ്ങുന്നതുമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ പോരാട്ട ഭൂമി കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷം പാല തിരിച്ചു പിടിക്കുക എന്നത് അദ്ദേഹത്തിന് അനിവാര്യമായ കാര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന ജോസ് കെ മാണിയെ സഹായിക്കാനാണോ അതോ വെട്ടിലാക്കാനാണോ എന്നുള്ള ചോദ്യവും പ്രസക്തമായി ഉണ്ടാകുന്നുണ്ട്. ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം മര്യാദകളുടെ എല്ലാം ലംഘനമാണെന്ന ആക്ഷേപവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. CPM-ഉം മറ്റ് ഘടകകക്ഷികളും ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും പ്രധാനമായ കാര്യമാണ്. വികസന മുന്നേറ്റ ജാഥ എന്ന പേരിൽ സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മാധ്യമ ശ്രദ്ധ മുഴുവൻ ഇത്തരമൊരു മൈക്ക് വിവാദത്തിലേക്ക് തിരിഞ്ഞത് മുന്നണി നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. എന്നാൽ പെയ്ഡ് പ്ലാറ്റ്ഫോമുകൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നടന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. മൈക്ക് തട്ടിപ്പറിക്കുന്നതും പ്രസ്താവന തിരുത്തുന്നതും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത സത്യങ്ങൾ മാത്രമാണ്. ഇതിനെ വെറുമൊരു നരേറ്റീവ് എന്ന് വിളിച്ച് തള്ളിക്കളയാൻ ജോസ് കെ മാണിക്ക് സാധിക്കില്ലെങ്കിലും അണികളുടെ ഉള്ളിലെ സംശയം മാറ്റാൻ അത് പര്യാപ്തമാവുകയുമില്ല. പാർട്ടിക്കുള്ളിൽ അധികാരത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ അധികാരത്തിന്റെ മറ്റൊരു കേന്ദ്രം രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായി ഉണ്ടാകുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ ഭരണതലത്തിൽ പാർട്ടിയുടെ മുഖമായി നിൽക്കുമ്പോൾ സംഘടന തലത്തിൽ ജോസ് കെ മാണിക്ക് വെല്ലുവിളികൾ ഉയരുന്നുണ്ടോ എന്നുള്ളതും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ റോഷിക്കെതിരെ ഉയരാൻ പോകുന്ന പ്രതിഷേധം ജോസ് കെ മാണി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും അദ്ദേഹത്തിന്റെ നേതൃപാഠത്തിന്റെ ഉരകല്ല് കൂടിയായിരിക്കും. പാർട്ടിയെ പിളർപ്പുകളിൽ നിന്നും അതുപോലെ തകർച്ചകളിൽ നിന്നും രക്ഷിച്ചു നിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. എന്നാൽ റോഷിയെ പോലുള്ള ഒരു നേതാവിനെ തള്ളിക്കളയാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ അദ്ദേഹത്തെ മാറ്റി നിർത്താനും കഴിയുകയുമില്ല. ഇരുവരും തമ്മിലുള്ള സാഹോദര്യ തുല്യമായ ബന്ധം രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾക്കെല്ലാം മുകളിലാണോ എന്ന് വരും ദിവസങ്ങളിൽ തെളിയുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നുള്ള കാര്യവും വ്യക്തം തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് ഇതൊരു വലിയ ആയുധം കൂടിയാണ് നൽകിയിരിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നേതാക്കൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന പ്രചരണം UDF കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ ജോസ് കെ മാണിക്ക് പാലായിൽ ഒരു വൻ വിജയം ആവശ്യം കൂടിയാണ്. എന്നാൽ അതിനു മുമ്പായി സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ മൈക്ക് പോര് അവസാനിപ്പിക്കേണ്ടത് കൂടിയുണ്ട്. മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നേതാക്കൾക്കിടയിലെ ആശയവിനിമയത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് ജോസ് കെ മാണി ശ്രമിക്കേണ്ടതും. ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ നടക്കുന്നത് വെറും ഒരു സ്ഥാനാർത്ഥി തർക്കം മാത്രമല്ല, മറിച്ച് പാർട്ടിയുടെ നിയന്ത്രണം ആരുടെ കൈവശമാണെന്ന കൃത്യമായ അധികാര വടംവലിയുടെ പ്രതിഫലനം കൂടിയാണ്. ജോസ് കെ മാണി എന്ന നേതാവിനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് മുകളിൽ തങ്ങൾക്കും അഭിപ്രായമുണ്ടെന്ന് തെളിയിക്കാനുള്ള നീക്കങ്ങൾ റോഷി അഗസ്റ്റിനെ പോലുള്ളവർ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് പോലുള്ള ഗൗരവകരമായ കാര്യമാണെന്ന് ജോസ് കെ മാണി പറയുമ്പോൾ അദ്ദേഹം തന്നെ തന്റെ സ്ഥാനത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതും വ്യക്തമായ കാര്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും ഒരുപോലെ നിർണായകം കൂടിയാണ്. ഈ വിവാദങ്ങളെല്ലാം വികസന ചർച്ചകൾ കൊണ്ട് മൂടി മറയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കേരളം ഈ സംഭവത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. പെയ്ഡ് പ്ലാറ്റ്ഫോമുകളെ പഴിക്കുന്നതിന് പകരം സ്വന്തം പാളയത്തിലെ പടലപ്പടക്കങ്ങൾ തീർക്കുന്നതാവും ജോസ് കെ മാണിക്ക് മുന്നിലുള്ള ഏക വഴി. അല്ലെങ്കിൽ മൈക്കിലൂടെ പുറത്തു വന്ന ഈ സ്വാരസ്യങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയെ മാറാനും സാധ്യതകളുണ്ട്. ഓരോ വാക്കും ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളെ പഴിയാതെ രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റും തമ്മിലുള്ള ഈ രാഷ്ട്രീയ നാടകം എങ്ങോട്ടാണ് പോകുന്നതെന്നും എങ്ങോട്ടാണ് അവസാനിക്കുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ഒന്നുറപ്പാണ്, കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ എല്ലാം അത്ര ഭദ്രമല്ല, എല്ലാം അത്ര ഉറപ്പുമില്ല. അധികാരവും സ്ഥാനാർത്ഥിത്വവും സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിയെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനും സാധ്യതകളുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ച് പാലാ തിരിച്ചു പിടിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുമോ എന്ന് തന്നെയാകും വരും മാസങ്ങളിലെ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യമായി ഉണ്ടാവുക. വികസന മുന്നേറ്റ ജാഥയുടെ ലക്ഷ്യം പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം ലക്ഷ്യത്തെ തകിടം മറിച്ചിരിക്കുക കൂടിയാണ്. ഇതിനെ മറികടക്കാൻ ജോസ് കെ മാണി സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടിയുടെ ഭാവി തന്നെ നിശ്ചയിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ജോസ് കെ മാണിയുടെ ആ പ്രസ്താവന താനോ സിറ്റിംഗ് MLA-മാരോ മത്സരിക്കുമോ എന്നതിൽ ഉറപ്പില്ല എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമാണോ അതോ റോഷിയുടെ പ്രതിഷേധമാണോ? റോഷി അഗസ്റ്റിൻ ആ മൈക്കെടുത്ത നിമിഷം മുതൽ തുടങ്ങിയ ഈ ആശയക്കുഴപ്പം പാർട്ടിയുടെ അണികളിലേക്ക് വരെ പടർന്നു കഴിഞ്ഞു. പാലാ സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്നത് അണികളുടെ വികാരമാണെങ്കിലും അത് പ്രഖ്യാപിക്കാൻ പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ആ രീതി ലംഘിക്കപ്പെട്ടത് ജോസ് കെ മാണിയെ വ്യക്തിപരമായി വേദനിപ്പിച്ചിട്ടുമുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും കടുത്ത ഭാഷയിൽ പിന്നീട് പ്രതികരിച്ചത്.
പക്ഷേ മാധ്യമങ്ങൾ മുന്നിൽ എത്തുമ്പോൾ എല്ലാം ശുഭകരമാണെന്ന് വരുത്തി തീർക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും ഒരു പരിധിവരെ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ മൈക്ക് വാത്തിൽ പുതിയതല്ലെങ്കിലും ഒരു ഭരണകക്ഷിക്കുള്ള ഇത്തരം തർക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ മോശമായ പ്രതിച്ഛായാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുമ്പോൾ റോഷി അഗസ്റ്റിൻ വിശദീകരണം നൽകേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ്. തന്റെ സഹോദരനോട് ജോസ് കെ മാണി കാണിക്കുന്ന ഈ ക്ഷമ പാർട്ടിയുടെ ഗുണത്തിനോ ദോഷത്തിനോ എന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയും ചെയ്യും.